السلام عليكم ورحمة الله وبركاته. الحمد لله وكفى وسلام على عباده الذين اصطفى أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد نصركم الله ببدر وأنتم أذلة فاتقوا الله لعلكم تشكرون. صدق الله مولانا العظيم. റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ റമദാനിൽ നാം അനുഷ്ഠിച്ചതായ നോമ്പുകളും സുഹൃതങ്ങളും സൽക്കർമ്മങ്ങളും എല്ലാം സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ദിനരാത്രങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിവിശുദ്ധമായ ജുമുഅ ദിവസം പരിശുദ്ധമായ ബദറിൻ്റെതാകുന്നതായ സ്മരണകൾ നടത്താനുള്ള ദിനം പടച്ച റബ്ബ് നമ്മൾ ചെയ്യുന്നതായ ഇബാദത്തുകൾ അമലുകൾ മുഴുവനും സ്വീകരിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ പള്ളിയിൽ നടത്തുന്ന ഇഫ്താറുകൾ, നോമ്പ് തുറയിലേക്ക് സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്നവർ, ഇഫ്താറുകൾ നടത്തിയവർ, അതുപോലെ തന്നെ മസ്ജിദിൻ്റെതാകുന്നതായ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് സാമ്പത്തികമായി പരിശുദ്ധമായ റമദാനിൽ സംഭാവനകൾ നൽകിയവർ, എല്ലാവരുടെ സ്വതക്കകളും പടച്ച റബ്ബ് പരിപൂർണമായി സ്വീകരിച്ച് അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞുപോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, മുന്നോറുകൾ, പടച്ച റബ്ബ് അവർക്കൊക്കെയും പരിപൂർണ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പശ്ചിമേഷ്യ യുദ്ധകലുഷിതമായ സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. എവിടെയും സ്ഫോടനങ്ങളും ശബ്ദങ്ങളും തീനാളങ്ങളും അന്തരീക്ഷത്തിൽ ഉയർന്നു പൊങ്ങുന്ന പുകപടലങ്ങളുടേതാകുന്നതായ അതിഭയാനകരമായ ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയകളിലൂടെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരം സാഹചര്യത്തിൽ ഈ വർഷത്തെ പരിശുദ്ധമായ റമദാൻ 17 അഥവാ ചരിത്ര പ്രസിദ്ധമായ ബദർ അനുസ്മരണം കടന്നു വരുന്നത് പരിശുദ്ധമായ റമദാൻ 17 ഇതുപോലെ ഒരു വെള്ളിയാഴ്ച ദിനമായിരുന്നുവത്രേ. ഇസ്ലാമികമായ ചരിത്രത്തിലെ പ്രഥമ ഐതിഹാസിക സായുധമായ പോരാട്ടമായിരുന്നു ബദർ. ക്രിസ്താബ്ദം 624 മാർച്ച് 13-ാം തീയതി ഹിജ്റ 2 പരിശുദ്ധമായ റമദാൻ 17 നോമ്പനുഷ്ഠിച്ചുകൊണ്ട് മഗ്‌രിബിന്റെ സമയത്ത് ഒരു തുള്ളി വെള്ളവും ഒരു ഈറ് കാരക്കയും കഴിച്ചു നോമ്പ് തുറന്ന് അത്താഴ സമയത്ത് കിട്ടിയാൽ കിട്ടി എന്ന നിലയിൽ കുറച്ച് വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹു അവിടുന്ന് നോമ്പനുഷ്ഠിച്ചു കൊണ്ടിരുന്ന പരിശുദ്ധമായ റമദാനിന്റെ 17ാമത്തെ സുദിനത്തിലായിരുന്നു പടച്ച റബ്ബിന്റെ പ്രത്യേകമായ കൽപ്പന, പടച്ച റബ്ബിന്റെ പ്രത്യേകമായ ഓർഡർ ലഭ്യമാകുന്നത് യുദ്ധത്തിലേക്ക് അവിടുന്ന് ഇറങ്ങണം എന്നുള്ളത്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ലോക ചരിത്രത്തിൽ ധാരാളം യുദ്ധങ്ങൾ നമുക്കറിയാം. 1914 നടന്ന 1-ാം ലോക മഹായുദ്ധമുണ്ട്. അതിനോടനുബന്ധിച്ച് നടക്കുന്നതായ 2-ാം ലോക മഹായുദ്ധവും, പിന്നീട് നടന്ന ഗൾഫ് യുദ്ധവും, ഇറാഖ് യുദ്ധവും, അഫ്ഗാൻ യുദ്ധവും, കൊറിയൻ യുദ്ധവും, യുക്രൈൻ യുദ്ധവും തുടങ്ങി നിലവിൽ അമേരിക്കയും ഇറാനും യുദ്ധം വരെ എത്തി നിൽക്കുന്ന വർത്തമാന കാലഘട്ടത്തിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ അതോടൊപ്പം നമുക്ക് ചേർത്ത് വായിക്കാൻ ചില യുദ്ധങ്ങളുണ്ട്. ദേവലോകത്തെ യുദ്ധങ്ങൾ എന്നറിയപ്പെടുന്നതായ കുരുക്ഷേത്രമുണ്ട്, കുരുക്ഷേത്ര യുദ്ധമുണ്ട്, മഹാഭാരത യുദ്ധങ്ങളുണ്ട്. ഈ യുദ്ധങ്ങളുടെ എല്ലാം പഠനങ്ങൾ നടത്തി നോക്കുമ്പോൾ ആയിരക്കണക്കിന് 10,000-കണക്കിന് പിഞ്ചു കുഞ്ഞുങ്ങളും സ്ത്രീകളും അടക്കം കുഞ്ഞുമക്കളടക്കം നിഷ്ഠൂരമായി വഹിച്ചുകൊണ്ടിരുന്ന വല്ലാത്തമായ യുദ്ധമുഖങ്ങൾ നമുക്കറിയാം. എന്നാൽ തന്നെയും പരിശുദ്ധമായ മദീനയുടെ
ഏകദേശം 110 കിലോമീറ്ററുകൾ അകലെയുള്ള ബദർ എന്ന് പറയുന്ന ചെറിയ ഒരു സ്ഥലമുണ്ട്. ഈ സ്ഥലത്തായിരുന്നു പടച്ചറപ്പിന്റെ പ്രത്യേകമായ അനുമതി പ്രകാരം പരിശുദ്ധമായ ഇസ്ലാമിൻ്റെതാവുന്നതായ നീതിയും അനീതിയും സത്യവും അസത്യവും ധർമ്മവും അധർമ്മവും പരസ്പരം ഏറ്റുമുട്ടിയ യുദ്ധമെന്നറിയപ്പെടുന്ന പരിശുദ്ധമായ ബദർ നടന്നെങ്കിൽ കേവലം 313 സഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും ആയിരക്കണക്കിന് വരുന്നതായ ശത്രുക്കളുമായി മല്ലടിക്കുമ്പോൾ വളരെ വലിയ ചരിത്ര യുദ്ധമായ ബദർ യുദ്ധം ഇന്നും ആ സ്ഥലങ്ങൾ കാണുവാൻ ലക്ഷോപലക്ഷം ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധമായ മദീനയുടെ 110 കിലോമീറ്റർ അകലെയുള്ള ബദർ എന്ന് പറയുന്ന പുണ്യഭൂമി, കുറച്ചകലെ ജബലു മലായിക, ബദറിന്റെ രണാങ്കണത്തിലേക്ക് അല്ലാഹുവിന്റെ പ്രത്യേകമായ സഹായം എന്നോണം മാലാഖമാരിറങ്ങി. ഈ മലക്കുകൾ ഇറങ്ങിയതായ മല മണൽ കൊണ്ടുള്ളതായ മല. സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം പൊടിക്കാറ്റടിച്ച് വീശുന്നുണ്ട്. പക്ഷേ ഈ മലയിലുള്ളതായ മല എന്ന് പറഞ്ഞാല് മണൽ കൊണ്ടുള്ള മലയാണ്. ഈ മണല് പറന്നു പോയിട്ടില്ല. വലിയ മഴകൾ പെയ്യുമ്പോൾ മണലുകൾ ഒലിച്ചു പോകാനുള്ളതാണ്. പക്ഷേ ജബലു മലായിക, അവിടെയുള്ള മണലുകൾ ഒന്നും ഒലിച്ചു പോയിട്ടില്ല. നമുക്ക് പോവുകയും നമുക്ക് ആ മലയുടെ മുകളിൽ കയറാനും കഴിയുന്നതായ നിലയിൽ ഇന്നും പടച്ചറപ്പ് അതിൻ്റെതാകുന്നതായ ആധാറുകൾ നിലനിർത്തുമ്പോൾ ഓരോ യുദ്ധങ്ങളും ലോകത്ത് നടക്കുന്നത് ഓരോരോ ലക്ഷ്യങ്ങൾ കണ്ടുകൊണ്ടാണ്. അധികാരത്തിനും പിടിച്ചടക്കലിനും മണ്ണിനും പെണ്ണിനും എണ്ണയ്ക്കും വേണ്ടിയിട്ട് പരസ്പരം യുദ്ധങ്ങൾ പോരാടുന്നതായ ഈ ദുനിയാവിന്റെ വർത്തമാന യുഗങ്ങൾ നമ്മൾ വാങ്ങിച്ചോടുമ്പോൾ പരിശുദ്ധമായ ബദർ എന്ന് പറയുന്നത് അതിനു വേണ്ടി നടന്ന യുദ്ധമല്ല. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങൾ അവിടുന്ന് വിശ്വസിച്ചതായ ആദർശം ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രയാസപ്പെട്ടു. അവിടുന്ന് സഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ പ്രാവർത്തികമാക്കുവാൻ ഒരുപാട് പ്രയാസപ്പെട്ടു. അവസാനം ശത്രുക്കളുടേതാകുന്നതായ ശത്രുത കൂടി വരുന്നു. ശത്രുക്കളുടേതാകുന്നതായ ഭീഷണികൾ കൂടി വരുന്നു. അങ്ങോട്ട് തിരിയാൻ കഴിയുന്നില്ല. ഒന്ന് സ്വസ്ഥമായി നമ്മൾ ഇന്ന് ചെയ്യുന്നത് പോലെ നമുക്കൊന്ന് സുജൂദ് ചെയ്യാൻ കഴിയുന്നില്ല. നമുക്കൊന്ന് പടച്ച റബ്ബിനെ കുറിച്ച് പറയാൻ കഴിയുന്നില്ല. ആ ഒരു സാഹചര്യത്തിലാണ് സാഹചര്യത്തിലാണ് പടച്ചറബിന്റെ പ്രത്യേകമായ അനുമതി ഉണ്ടാകുന്നത്. നബിയെ, ഒരു യുദ്ധത്തിന് വേണ്ടി തയ്യാറാവുക. ഇനി വേറൊരു മാർഗമില്ല. ഇന്നത്തെ നമ്മുടേതാകുന്നതായ വർത്തമാനകാലവും ഒരാള് നമ്മളെ അടിച്ചു എന്ന് പറഞ്ഞാൽ തിരിച്ചു വാളും പരിചയം കൊണ്ടിറങ്ങാൻ പരിശുദ്ധമായി ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. ഇവിടെ കുറെ ഷർത്തുകളുണ്ട്, കുറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ അല്ലാഹുവിൻ്റെതാകുന്നതായ ഓർഡർ കിട്ടുമ്പോൾ തങ്ങളുടെ പിൻഗാമികളിലേക്ക് നോക്കുകയാണ്, സഹാബാക്കളിലേക്ക് നോക്കുകയാണ്. കേവലം 313 പേര് അടങ്ങുന്ന സഹാബാക്കൾ കഴിഞ്ഞ 15 ദിവസമായി അവർ പകൽ സമയത്ത് നോമ്പനുഷ്ഠിക്കുകയാണ്, രാത്രി സമയങ്ങളിൽ തറാവീഹ് നിസ്കരിക്കുകയാണ്. ഇന്ന് നമ്മളെ പോലെ സുഭിക്ഷിതമായ നോമ്പ് തുറയോ സുഭിക്ഷിതമായ അത്താഴമോ ഒന്നും തന്നെ ഇല്ലാത്ത പട്ടിണി പാവങ്ങളായ സ്വഹാബാക്കളുമായി എങ്ങനെയാണ് യുദ്ധഭൂമിയിലേക്ക് കടന്നു പോകുന്നത് എന്ന് ചിന്തിച്ച് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ബദറിന്റെ തലേ ദിവസം അല്ലാഹുവിലേക്ക് ലയിച്ചു ചേരുന്ന അവസരത്തിലാണ് ബഹുമാനപ്പെട്ട മിഖ്ദാദ് റളിയല്ലാഹു അൻഹു അവിടുന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് ഓടി വരികയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തൊരു
അവിടുത്തെ വിദായത്ത് വന്നിഹായ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ വളരെ സ്പഷ്ടമായി എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് വായിച്ച് പഠിക്കാമോ, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമത്രേ. ബഹുമാനപ്പെട്ട മിഖ്ദാദ് റളിയല്ലാഹു അൻഹു അന്നൽ മിഖ്ദാദ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നാ ലാ നഖൂലു ലക കമാ ഖാലതു ബനൂ ഇസ്രായീല ബിമൂസാ. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം ഞങ്ങൾ കേട്ടിട്ടുണ്ട്. നബിയേ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിനെ കുറിച്ച് നമുക്കറിയാം. നബിയേ ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ ഇന്നാ ഹാഹുനാ ഖാഇദൂൻ. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് ധർമ്മയുദ്ധത്തിന് വേണ്ടി തന്റെ ജനതയെ ക്ഷണിക്കുന്ന സമയമുണ്ട്. ആ സമയത്ത് ജനങ്ങൾ പറഞ്ഞതെന്തെന്നറിയോ? ഈ യുദ്ധത്തിന് ഞങ്ങളെ കിട്ടൂല മൂസ, നീയും നിന്റെ റബ്ബുമായി യുദ്ധം നടത്തിക്കോ മൂസ, എന്നെ യുദ്ധത്തിന് കിട്ടൂല, ഞങ്ങളെ യുദ്ധത്തിന് കിട്ടൂല മൂസ എന്ന് പറഞ്ഞിട്ട് മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ ഒറ്റപ്പെടുത്തിയെങ്കിലേ വലാകിൻ തഖൂലു ഇന്നാ മഅകും മുഖാതിലൂൻ. അത്തരത്തിൽ നബിയേ തങ്ങളെ വിഷമിക്കണ്ട നബിയേ, ഞങ്ങളങ്ങനെ പറയൂല നബിയേ, ഞങ്ങൾ യുദ്ധത്തിന്റെ ഇടയിൽ പിന്മാറി ഓടൂല നബിയേ. ഞങ്ങൾ പറഞ്ഞാൽ പറഞ്ഞ വാക്കാണ്, തങ്ങളെ കൂടെ നിന്ന് അവസാനം വരെ ഞങ്ങൾ യുദ്ധത്തിന് വേണ്ടിയിട്ട് നമ്മളാൽ കഴിയുന്ന നിലയിലുള്ള എല്ലാ സഹായങ്ങളും നടത്തും നബിയേ. അവിടുന്ന് ബഹുമാനപ്പെട്ട മിഖ്ദാദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് പ്രചോദനം നൽകുകയാ, സപ്പോർട്ട് കൊടുക്കുകയാ. നമ്മുടെ കുടുംബങ്ങൾ ശിഥിലമായി പോയി. കാരണം സപ്പോർട്ട് നൽകാൻ മാതാപിതാക്കളില്ല, അതല്ലെങ്കിൽ മക്കളില്ല, അതല്ലെങ്കിൽ കൂടപ്പിറപ്പുകളില്ല. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, യഥാർത്ഥമായ ഒരു കുടുംബ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ കൂടുമ്പോൾ ഇമ്പമുള്ളത് കൂടി നിൽക്കണം. സഹോദരങ്ങളായാലും കൂടപ്പിറപ്പുകളായാലും മാതാപിതാക്കളായാലും ഭാര്യ മക്കളായാലും. ഒന്നാമത്തെ പരിശുദ്ധമായ ബദർ നൽകുന്ന സന്ദേശം അത് തന്നെയാണ്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ബദറിന്റെ രണാങ്കണ ഭൂമിയിൽ തലേ ദിവസം എത്തിക്കഴിഞ്ഞു. അവിടുന്ന് യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ളതായ പിറ്റേ ദിവസം യുദ്ധം നടക്കുകയാണ്. പരിശുദ്ധമായ ഇസ്ലാമിന് വേണ്ടി നീതിയും അനീതിയും തമ്മിൽ, ധർമ്മവും അധർമ്മവും തമ്മിലുള്ളതായ ഏറ്റുമുട്ടൽ നടക്കുകയാണ്. സഹാബാക്കളുൽ കിറാം റളിയല്ലാഹു അൻഹും നോമ്പുകാരായ വല്ലാത്ത ഒരു സാഹചര്യമാണ്. അവരൊക്കെയും പകൽ സമയം പട്ടിണി കിടന്നു നോമ്പനുഷ്ഠിച്ചു. അത്താഴം പോലും നേരെ ചൊവ്വെ കഴിക്കാതെ നോമ്പനുഷ്ഠിച്ചു. കിലോമീറ്ററുകൾ താണ്ടി ബദർ എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിലേക്ക് കടന്നു വന്നു. രാത്രിയിൽ അവരൊക്കെയും തറാവീഹ് നിസ്കാരങ്ങൾ നിർവഹിച്ചു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഹാബാക്കളെ, നിങ്ങളെല്ലാവരും നല്ലതുപോലെ കിടന്നുറങ്ങി, നിങ്ങളെല്ലാവരും നല്ലതുപോലെ കിടന്നുറങ്ങി, ആരും ഒന്നും ചിന്തിക്കണ്ട. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ വാക്കുകൾ കേട്ടിട്ട് സ്വഹാബാക്കൾ മുഴുവനും കിടന്നുറങ്ങുകയാണ്. കിടക്കേണ്ട താമസം, ക്ഷീണം കൊണ്ട് അവരൊക്കെയും ഉറങ്ങിപ്പോയി. എല്ലാ സ്വഹാബാക്കളും നല്ല ഉറക്കത്തിലായിരുന്നു. പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഖലീഫയായ അബൂബക്കർ ദിശയുടെ നിശബ്ദതയിൽ ഉണർന്നുപോയി. അവിടെ ഉണർന്ന സമയത്തോട് തേങ്ങലുകൾ പോലെയാണ്, ഒരു കരച്ചിലുകൾ പോലെയാണ്. അവിടുന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചുറ്റും നോക്കുന്നു. ആരാണ് കരയുന്നത്? ആരാണ് തേങ്ങുന്നത്? ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബദറിന്റെ യുദ്ധത്തിൻ്റെതാകുന്നതായ നേതാവ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാവരോടും ഉറങ്ങാൻ പറഞ്ഞിട്ട് തങ്ങൾ അവിടെ നിന്ന് ഉറങ്ങിയില്ല. തങ്ങൾ പടച്ച റബ്ബിനോട്
നേതാക്കന്മാര് ഇന്ന് പല രാജ്യങ്ങളിലും പോയി ഒളിച്ചിരിക്കുകയല്ലേ. വീട്ടിലേക്ക് അതല്ലെങ്കിൽ നമ്മുടെ ഓഫീസിലേക്ക് കടന്നു വരുന്നതായ അണുബോംബുകൾ ഉപയോഗിച്ച് ഓരോരോ ഭാഗങ്ങളിൽ ഒളിച്ചിരിക്കുമ്പോ ബദറിന് നേതൃത്വം കൊടുത്ത ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഴുവൻ സഹാബാക്കളെയും 313 സഹാബാക്കളെയും മുടക്കിയിട്ട് അവിടെ ഉറങ്ങാതെ കാവൽ നിന്നുകൊണ്ട് പടച്ച റബ്ബിനോട് ദുആ ചെയ്യുകയാണ്. യാ അല്ലാഹ് അല്ലാഹുമ്മ ഇൻദുഹുദ ഹാദിഹിൽ ഉസാബത്തുൽ ഖലീൽ ഈ ചെറുസംഘം നാളെ നടക്കുന്ന യുദ്ധത്തിലങ്ങ് നശിച്ചു പോയാൽ ലാ തുഅബദു ബഅദഹാ ഫിൽ അർളി അബദാ. ഈ പരിശുദ്ധമായ ദീൻ എങ്ങനെയാണ് റബ്ബേ ഈ ഭൂമി ലോകത്ത് നിലനിൽക്കുന്നത് അല്ലാഹ് എന്നുള്ളതായ പടച്ച റബ്ബിനോട് അലിഞ്ഞു ചേർന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ അൻജിസ് ലിമാ വഅദനി. പടച്ച റബ്ബേ പരിശുദ്ധമായ ഇസ്ലാമിനെ നീ പൂർത്തീകരിക്കണേ അല്ലാഹ്. എന്നോടുള്ള വാഗ്ദാനത്തിന് നീ പൂർത്തീകരിക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ അൻസുർ അല്ലാഹുമ്മ അൻസുർ. രാത്രിയുടെ നിശയുടെ നിശബ്ദതയിൽ അല്ലാഹുവിന്റെ റസൂൽ പടച്ച റബ്ബിനോട് പൊട്ടിക്കരഞ്ഞിട്ടാണ് അടുത്ത ദിവസം ബദറെന്ന് പറയുന്ന രണാങ്കണത്തിലേക്ക് കടന്നുപോയതെങ്കിലും വലഖദ് നസറക്കുമുല്ലാഹു ബിബദറിൻ വഅൻതും അദില്ലാഹ്. ആകാശലോകത്ത് നിന്ന് മലക്കുകളല്ലേ ഇറങ്ങിയിട്ട് ഓ സഹാബാക്കൾ പറയുകയാണ്, ഓരോ ശത്രുക്കളെ വിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വാളെടുക്കേണ്ട താമസം ആ ശത്രുവിന്റെ തലയിന്ന് തെറിക്കുകയാണ്. ഞങ്ങൾക്ക് വെട്ടേണ്ട സാഹചര്യം കടന്നു വന്നില്ല. എന്തായിരുന്നു പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്? മാലാഖമാരിറങ്ങിയിട്ടാണ് ബദറിന്റെ രണാങ്കണത്തിൽ പരിശുദ്ധമായ ഇസ്ലാമിന് ഇസ്സത്ത് കൊടുത്തതെങ്കിലും അന്ന് ആ ഒരു യുദ്ധത്തിന്റെ വിജയമാണ് ഇന്ന് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അന്ന് യുദ്ധം പരാജയപ്പെട്ടെങ്കിൽ ഒരുമിച്ച് കൂടോ? ഇസ്ലാം ഉണ്ടാവോ? ഇല്ല. അതിന്റെ അനുസ്മരണമാണ് പരിശുദ്ധമായ റമദാൻ 17 എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ നമ്മുടെ ഈമാനിന് കളങ്കം വരാത്ത നിലയിൽ ഇത്തരത്തിലുള്ളതായ വിശ്വാസങ്ങളെ നമ്മുടെ കൽബിന്റെ അകത്തളങ്ങളിൽ കയറ്റിക്കൊണ്ട് നമ്മുടെ ഇബാദത്തുകൾ നമുക്ക് കഴിഞ്ഞ ദിനങ്ങളെക്കാളും കൂടുതൽ ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.